വെൽക്കം ടു മൈ ചാനൽ കിമിയ. ഞാനിന്ന് ഹൗസ് കോട്ടാണ് എടുക്കുന്നത്. ഹൗസ് കോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നൈറ്റി പോലെ തന്നെയാണ്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്, ഫുൾ ഓപ്പൺ ആണ്, കോളർ വയ്ക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലൂസിലും തയ്ക്കാം, പ്ലീറ്റ് ഇട്ട് തയ്ക്കുന്നതൊക്കെ പിന്നീട് പറഞ്ഞുതരാം. ഇത് വെട്ടുന്നത് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഹൗസ് കോട്ട് രണ്ട് രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ മുകളിൽ ഫ്രണ്ട് പീസ് എടുക്കും, അത് കഴിഞ്ഞാണ് ബാക്ക് പീസ് എടുക്കുന്നത്. നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കുമ്പോൾ സാധാരണ നമ്മൾ ഷർട്ടിനൊക്കെ മടക്കുന്നത് കോളർ വെച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ടുള്ള പീസ് ഇത്. ഈ പീസിനെ നമ്മളിങ്ങനെ രണ്ടായി മടക്കുക. കണ്ടോ, ഇങ്ങനെ രണ്ടായി മടക്കി. കണ്ടോ, ഈ ഓപ്പൺ അതായത് ഫ്രണ്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. ഇതിനെ രണ്ടായി നമ്മൾ മടക്കിയതിന് ശേഷം നമ്മളുടെ തുണിയുടെ വീതി അനുസരിച്ചാണ് തുണി നൈറ്റി പീസ് വരുന്നത്. നമുക്ക് വരുന്നത് എത്ര ഇഞ്ചിൻ്റെയൊക്കെയാണെന്നറിയാമല്ലോ. 36 ഇഞ്ച്, 40 ഇഞ്ച്, 42 ഇഞ്ച്. നമുക്ക് നൈറ്റി പീസ് സാധാരണ വരുന്ന 36 ഇഞ്ച് മാത്രമാണ്, ചിലതേ വരുള്ളൂ 40 ഇഞ്ചിൽ. പിന്നെ നമുക്ക് വണ്ണമുള്ളവർക്കാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കണം, 42, 44 കാണും. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമുക്കിത് കൂടുതൽ തയ്ക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളല്ലാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 1.5 ഇഞ്ച് എടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ 2 ഇഞ്ച്. വണ്ണം കുറവുള്ളവർക്കാണെങ്കിൽ അതൊരു വിഷയമല്ല. അപ്പോൾ നമ്മളിവിടെ 2 ഇഞ്ച് വരച്ചു കൊടുക്കും. നമ്മൾ വരച്ചു കൊടുക്കും. കണ്ടോ, അതിനുശേഷം നമുക്ക് നമ്മുടെ ഷോൾഡർ എടുക്കാം. അപ്പോൾ ഈ 2 ഇഞ്ച് വരച്ച് അതിൻ്റെ ഉൾപ്പെടത്തില്ല, അത് നമ്മളിങ്ങനെ മടക്കി മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാകും. ഓക്കെ, അത് മാറ്റിയതിന് ശേഷം നമ്മൾ ഷോൾഡർ എടുത്തു. ഞാൻ എടുക്കുന്ന ഷോൾഡർ 8 ഇഞ്ച് എടുത്തു. അത് തന്നെ നമ്മൾ ആം ഹോൾ എടുത്തു. അതായത് ഇത് ബാക്കിനൊക്കെ ഇറക്കുകയൊന്നും വേണ്ടല്ലോ, ബാക്കിൻ്റെ യാതൊരു വ്യത്യാസവും വരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വണ്ണം എടുക്കുക, കറക്റ്റ് വണ്ണം. അപ്പം ഞാനിപ്പോൾ എടുക്കുന്ന വണ്ണം എന്ന് പറയുമ്പോൾ 42 ഇഞ്ച് വണ്ണമുള്ള ആൾക്കാണ് ഈ ഇതെടുക്കുന്നത്. 42 ഇഞ്ച് വണ്ണം എന്ന് പറയുമ്പോൾ 10 ഇഞ്ച് ലൂസാണ് നമ്മൾ കൂട്ടേണ്ടത്. 10 ഇഞ്ച് എന്ന് പറയുമ്പോൾ 42 10 52 വരും. അതിൻ്റെ 4/1 എടുക്കേണ്ടത്. നമ്മൾ ഇവിടെ എടുക്കേണ്ടത് അതിൻ്റെ 4/1. ഓക്കെ, അപ്പോൾ അതിൻ്റെ 4/1 നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കഴുത്തകലം എത്ര എടുക്കുന്നതെന്ന് അറിയണം. അപ്പോൾ ഞാൻ ഈ സൈസ് 8 ഇഞ്ച് ആയതുകൊണ്ട് നമുക്കൊരു 3.5 കഴുത്തകലം എടുക്കാം. 3 ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒത്തിരി ഇങ്ങനെ കോളറാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കയറിയിരിക്കേണ്ടെങ്കിൽ 3 എടുത്താൽ മതി. ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോൾ ചിലർക്കത് ഇറിറ്റേഷൻ ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ 3.5 എടുക്കുക, അല്ലെങ്കിൽ 3 എടുത്താൽ മതി കേട്ടോ. അപ്പം 3 ഇഞ്ച് എടുക്കുക, അല്ലെങ്കിൽ 3.5 എടുക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. ഞാനിപ്പോൾ 3 അടയാളപ്പെടുത്തുകയാണ്. 3 ഇഞ്ച് എടുത്തു. എന്നിട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക 3/4 ഇഞ്ച് കേട്ടോ. 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. ഇവിടെ താഴേക്ക് നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം എടുക്കണം. അത് ഞാൻ എടുക്കുന്നത് 3.5 തന്നെയാണ്. 3.5 കഴുത്തകലം എടുക്കുന്നെങ്കിൽ 3.5 തന്നെ താഴേക്ക് എടുക്കുക. 3 കഴുത്തകലം എടുക്കുന്നെങ്കിലും 3.5 താഴേക്ക് എടുക്കണം. ഇച്ചിരി ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ 4 എടുക്കുക. അത് ഓരോരുത്തരുടെ വണ്ണവും അവരുടെ ബോഡിയുടെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ എടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഈ കഴുത്തകലം 3 or 3.5, ഇത് 3.5 തന്നെയാണ് എടുക്കുന്നത് ഇറക്കം കേട്ടോ. 3.5 എടുത്തിട്ട് ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇനി ഫ്രണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഷോൾഡർ സ്ലോപ്പ് 3/4 ഇഞ്ച് എടുക്കുമ്പോൾ നമ്മളൊരു ഉള്ളിലേക്ക് കടത്തിയിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. ഉള്ളിലേക്ക് നൈറ്റിയാണ്. അപ്പോൾ നമ്മൾ മറ്റേ പിന്നെ കോളറൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് കുറേ നമ്മൾ കറക്റ്റ് 3/4 ഇഞ്ചൊക്കെ ഇങ്ങോട്ട് എടുക്കും. അത് വേണ്ട, കുറച്ച് ഉള്ളോട്ട് കയറ്റി വേണം ഇതെടുക്കാൻ. ഇത്രയേ ഉള്ളൂ കണ്ടോ. എടുത്തിട്ട് നമ്മൾ വണ്ണം അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് നമുക്ക് ഇടവരെയുള്ള നീളം നോക്കിയത്, വേസ്റ്റ് ലെങ്ത് നോക്കിയിട്ട് അവിടെ നമുക്ക് കറക്റ്റ് വന്നിട്ട് ബാക്കി ഈ ഷേപ്പിൽ തന്നെ പോകണം കണ്ടോ. ഈ ഷേപ്പിൽ വന്നിട്ട് ഇവിടെ 1.5 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇത് വരുന്നത് നമ്മുടെ നൈറ്റി വരുന്ന പോലെ തന്നെ, ഏക്കട്ട് ചുരിദാർ വരുന്ന പോലെ തന്നെയാണ് വരുന്നത്. നൈറ്റിയും ചുരിദാറും എല്ലാം ഇങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മൾ കട്ട് ചെയ്യാൻ എടുത്തേക്കുന്ന പീസ്. ഇങ്ങനെയാണ്. ഇത് ഫ്രണ്ട് മാത്രമാണ് കേട്ടോ. ഫ്രണ്ട് മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ബാക്ക് എടുക്കുമ്പോൾ
ബാക്ക് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ മടക്കിയതിന് ശേഷം അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ബാക്കി പീസാണ് നമ്മൾ എടുക്കുന്നത്. മടക്കിയിട്ട് ഷോൾഡർ 8 ഇഞ്ച് എടുക്കുക, ആംപോൾ എടുത്തു, ബാക്കി ആ വണ്ണം എടുത്തു, കൈക്കുഴി വരച്ചു. ഇവിടെ 3.5 3.5 3 3 എടുത്തിട്ട് ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു 3/4 ഇഞ്ച് കേട്ടോ. ഇവിടം വരെ എല്ലാം നമുക്ക് വരുള്ളൂ. അതിങ്ങനെ ഷേപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ 1.5 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൊടുത്തു. 1.5 ഇഞ്ച് ബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 1.5 ഇഞ്ച്, അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടുമായി, ഓക്കെ, ഫ്രണ്ടുമായി ബാക്കുമായി. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. മനസ്സിലായല്ലോ? ഫ്രണ്ടും ബാക്കും എടുത്ത് മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് തുണിയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പം നമുക്കിനി തുണിയിൽ കട്ട് ചെയ്യാം. തുണിയിൽ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് നമുക്ക് വേറൊരു മോഡലിലും എടുക്കാം. കാരണം അതുകൂടെ നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് ഏറ്റവും പെർഫെക്റ്റായ മോഡൽ. അപ്പോൾ ഇത് സാധാ മോഡൽ, പക്ഷെ മറ്റേത് കറക്റ്റായിട്ട് നമ്മൾ ഡിസൈനേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് ആ മോഡലാണ്. അപ്പോൾ നമ്മൾ ആ മോഡൽ തന്നെ പഠിക്കണം. അപ്പോൾ അതെടുക്കുന്നത് ഞാൻ ആദ്യം എടുക്കുന്നത് ഫ്രണ്ടാണ്. ഫ്രണ്ട് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഇറക്കെടുത്ത് മടക്കി ഇടാനുള്ള പീസ് നമ്മൾ 2 ഇഞ്ച് മടക്കി വേണോ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് കൃത്യമായി വരയ്ക്കണത്. ഓക്കെ, വരച്ചതിന് ശേഷം 8 ഇഞ്ച് ഷോൾഡർ എടുത്തു, ആംബോൾ ഇട്ടെടുത്തു. ഓക്കെ, പിന്നെ നമ്മുടെ വണ്ണം എത്രയാണോ അതെടുത്തു. അതെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ നേരത്തെ ചെയ്ത പോലെ തന്നെ, മറ്റേന്ന് ചെയ്ത പോലെ തന്നെ നമ്മൾ അതങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തു. ഓക്കെ, അതിനുശേഷം ഇതിൽക്കൂടാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ 3 3.5 കഴുത്തകലം എടുത്തു, ഇറക്കം അതുപോലെ 3.5 എടുത്തു. നിങ്ങൾക്ക് 4 വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കഴുത്തിൻ്റെ ഇറക്കം കോളർ വെക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ കഴുത്ത് വരയ്ക്കുമ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ഇതിൽ ഷോൾഡർ സ്ലോപ്പ് ഞാൻ എടുക്കുന്നത് 1.5 ഇഞ്ചാണ്. ഇത് 1.5 ഇഞ്ച് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് ഉയർത്തിയാണ് എടുക്കുന്നത്. ഇത് ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇത് ഫ്രണ്ടാണ്. ഓക്കെ, അപ്പോൾ ബാക്ക് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതാണ് ബാക്കിൻ്റെ പീസ് എന്ന് വിചാരിക്കുക. കണ്ടോ, ഇപ്പോൾ ബാക്കിൽ നമ്മൾ മുകളിലേക്ക് 1.5 ഇഞ്ച് ഉയർത്തിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാക്ക് നമ്മൾ എടുക്കുമ്പോൾ മുകളിലേക്ക് 1.5 ഇഞ്ച് ഉയർത്തും. കണ്ട, 1.5 ഉയർത്തും. ഇത് 1.5 ഇഞ്ചാണ് ഉയർത്തുന്നത്. 1.5. ഓക്കെ, എന്നിട്ട് നമ്മൾ കഴുത്ത് ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ നമുക്ക്, അപ്പോൾ അകലം നമ്മൾ 3.5 തന്നെ എടുത്തു. ഒരു കുറച്ച് മാത്രം, അതായത് 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ എല്ലാം മാത്രം ഇങ്ങനെ കഴുത്ത് വരച്ചാൽ മതി. ഷോൾഡർ സ്ലോപ്പ് വരുന്നത് ആ 1.5 ഇഞ്ചിൽ തന്നെ നിൽക്കും. കണ്ടോ, നമ്മൾ നൈറ്റ് കോളർ ചുരിദാറൊക്കെ തയ്ച്ച പോലെ തന്നെയാണ്. എന്നിട്ട് ആം ഹോൾ വരുന്നത് നേരെ താഴേക്ക് വന്നിട്ട് സാധാ പോലെ ആം ഹോൾ. ഓക്കെ, കണ്ടോ, ഇങ്ങനാണ് ഇതാണ് വളരെ കൃത്യമായ മോഡൽ. ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ ഡിസൈനേഴ്സ് മോഡൽ. ഇതാണ് കേട്ടോ, ഡിസൈനർമാർ ഉപയോഗിക്കുന്ന മോഡൽ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും തയ്ക്കാം, മറ്റേ രീതിയിലും തയ്ക്കാം. ഇങ്ങനെ തയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ തയ്ക്കുമ്പോൾ സ്ലീവ് പിടിപ്പിക്കുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത് തയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്കിനി തുണി കട്ട് ചെയ്യാം. 2.5 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കഴുത്ത് ഷോൾഡർ എടുത്തേക്കുന്ന 8 ഇഞ്ചാണ്. അതുപോലെ തന്നെ താഴ്ച 8 ഇഞ്ച് എടുത്തു കേട്ടോ. കഴുത്തിറക്കാൻ ഞാൻ എടുത്തേക്കുന്ന 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അകലം 3.5 എടുത്തു. ബാക്കി ഇവിടുത്തെ ചെസ്റ്റ് എന്ന് പറയുന്നത് 42 സൈസ് ആയതുകൊണ്ട് ഞാൻ 13 എടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് താഴേക്ക് 15 എടുത്തിട്ട് ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് എടുത്തു. ബാക്കി നമ്മൾ ഈ ബോട്ടം റൗണ്ട് നമ്മൾ ഷേപ്പ് ചെയ്യണം. ബോട്ടം റൗണ്ട് 1.5 ഇഞ്ചാണ് ഞാൻ ഷേപ്പ് ചെയ്തേക്കുന്നത്. ഇവിടെ 1.5 ഇഞ്ചാണ് ഷേപ്പ് ചെയ്തേക്കുന്നത്. അതൊക്കെ ഞാൻ പിക്ചറിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷം പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, നമുക്ക് നോച്ചസ് ഇവിടെ ഇട്ട് കൊടുക്കണം. നമ്മൾ 2 ഇഞ്ച് കട്ട് ചെയ്തതാണ്. അപ്പം നോച്ചസ് കട്ടിങ് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. കണ്ടോ,
നോച്ചസ് കട്ട് ചെയ്യുക. കട്ട് ചെയ്തു. ഇനി ബാക്കാണ്. ബാക്കിൽ ഞാൻ ഇതിനെക്കാട്ടിൽ 1.5 ഇഞ്ച് ഉയർത്തിയാണ് ബാക്ക് എടുത്തേക്കുന്നത്. കണ്ടോ, ബാക്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഫോൾഡാണ്. ഇവിടെ ഫോൾഡാണ്, മറ്റേത് ഓപ്പൺ വശമായിരുന്നു. ഇവിടെ ഫോൾഡാണ്. ബാക്ക് 1.5 ഇഞ്ച് ഉയർത്തിയാണ് എടുത്തേക്കുന്നത്. കണ്ടോ, മറ്റേ പീസിനെക്കാട്ടിൽ 1.5 ഇഞ്ച് ഉയർത്തിയാണ് എടുത്തേക്കുന്നത്. എടുത്തിട്ട് അതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്തേക്കാണ്. 1.5 ഇഞ്ച് ഉയർത്തി. നോക്കൂ, 1.5 ഇഞ്ച് ഉയർത്തി. ഞാനൊരു 1/2 ഇഞ്ച് കഴുത്ത് എടുത്തിട്ടുള്ളൂ. കഴുത്തെന്ന് വെച്ചാൽ കഴുത്തിറക്കം എടുത്തിട്ടുള്ളൂ. ഇവിടെ ആ 1.5 ഇഞ്ച് തന്നെ കാണും. 1.5 ഇഞ്ചിലേക്ക് ഷേപ്പ് ചെയ്തു. ആം ഹോൾ വരച്ചു. ബാക്കി അതേപോലെ തന്നെ ഷേപ്പ് ചെയ്ത് വെട്ടി. സ്ലീവും കട്ട് ചെയ്തെടുത്തു. സ്ലീവ് നമുക്ക് ലെങ്തിൽ തന്നെ കിട്ടുമായിരുന്നു. അപ്പോൾ ഈ തുണി എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ച തുണിയാണ്. നൈറ്റി പീസ് അല്ല, നമ്മൾ നൈറ്റ് പീസ് തന്നെ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ സ്ലീവും കട്ട് ചെയ്തെടുത്തു. സ്ലീവൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് കൊണ്ട് സ്ലീവും കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇനി നമുക്ക് തയ്ക്കാം. തയ്ക്കുന്നത് കാണിച്ചു തരാം. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല, പക്ഷെ ഉള്ളത് ഈ വശം ഇത് ഫോൾഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ കോളർ ചെയ്യുന്നതുമാണ് നിങ്ങൾക്ക് കാണേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങുമായിട്ട് കാണാം. ഹൗസ് കോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പോർഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇത് ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ തയ്ക്കുന്നതെന്ന്. അപ്പോൾ ഇത് നല്ല വശമാണ്. ഈ നല്ല വശത്തിലേക്ക് ഇത് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, അതായത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നോച്ചസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ നോച്ചസ് കണക്കാക്കി നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ തന്നെ അടിച്ചെടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. അടിച്ചു കഴിയുമ്പോൾ കണ്ടോ വന്നേക്കുന്നത്, ഇങ്ങനെ വരുന്നത്. എന്നിട്ട് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇവിടെ ബട്ടൺസ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കിടന്നാലും മതി കേട്ടോ. രണ്ട് സൈഡിലും ബട്ടൺസും ബട്ടൺ ഹോളും വരുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ അടിച്ചു കൊടുക്കും. വേണമെങ്കിൽ ഇതിങ്ങനെ, അതായത് ഇതാണ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ. ഇതിങ്ങനെ അടിച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സൈഡും അടിച്ചതിന് ശേഷം ഷോൾഡർ കൂട്ടുക. ഷോൾഡർ കൂട്ടി കണ്ടോ, ഷോൾഡർ രണ്ടും കൂട്ടി. എന്നിട്ട് നമുക്കിനി കോളറാണ് എടുക്കേണ്ടത്. അപ്പോൾ കോളർ എടുക്കേണ്ടത് ഇത് കണ്ടോ, ഇതാണ് നമ്മളുടെ പീസ്. അപ്പം നമ്മൾ 2.5 ഇഞ്ചാണ് മടക്കി അടിക്കാൻ വിട്ടത്. അപ്പോൾ ഈ മടക്കി അടിക്കാൻ വിട്ടതിൻ്റെ നമുക്ക് 2.5 ഇഞ്ച് വേണ്ട, ഇവിടം വരെ. അത് എത്ര ഉണ്ടെന്ന് നോക്കുക. 1.5 ഇഞ്ച് എടുക്കാം, 2 ഇഞ്ച് എടുക്കാം. അത് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് തുണിയോ അതല്ലെങ്കിൽ സ്റ്റിഫ് വേലോ കട്ട് ചെയ്യാം. അപ്പോൾ തുണിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കോളറ് ചിലർക്ക് ഇങ്ങനെ ഇതായിട്ടിരിക്കുന്ന വീട്ടിലിടുന്ന ഡ്രസ്സല്ലേ, അത് ബുദ്ധിമുട്ടാവും. അത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിഫ് ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിഫ് വെച്ച് വേണം ചെയ്യാൻ കേട്ടോ. നമ്മൾ സ്റ്റിഫ് എടുക്കുന്നില്ല എങ്കിൽ, സ്റ്റിഫ് എടുക്കുന്നെങ്കിൽ സ്റ്റിഫിൽ കറക്റ്റ് വെട്ടുക. അതല്ല സ്റ്റിഫ് എടുക്കുന്നില്ല എങ്കിൽ ഞാൻ എടുക്കണത് കണ്ടോ, ഇത് കറക്റ്റ് നമ്മൾ നമ്മുടെ കോളർ എടുക്കേണ്ട കോളർ ഇങ്ങനെ വെക്കുക. സിമ്പിൾ വേ ആണ് കേട്ടോ, ഞാനെല്ലാം കാണിക്കുന്നത് സിമ്പിൾ വേ. ഓക്കെ, ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് നന്നായിട്ട് വലിച്ച് തന്നെ നമ്മൾ എടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞു പോയാലോ. ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇവിടെ ഫോൾഡ് വശമാണ്, ഇത് നോക്കിയേ. അപ്പോൾ ഞാനിത് 2 പീസാണ് മടക്കി ഇട്ടേക്കുന്നത്. ഇത് ഫോൾഡ് സൈഡാണ്, ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ് കണ്ടോ. ഇതും ഫോൾഡാണ്. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ അളവ് നോക്കുക കണ്ടോ. ഈ അളവ് ഇങ്ങനെ നോക്കുക, കറക്റ്റ് നേരെ തന്നെ വെക്കണം കണ്ടോ.
അളവ് നോക്കിയതിന് ശേഷം തയ്യൽ തുമ്പിട്ട് വരയ്ക്കുക. നമ്മൾ കോളർ എങ്ങനെയാണ് വെട്ടുന്നത് നോക്കാം. ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. ഇതെല്ലാം സിമ്പിളായിട്ടാണ്, സിസ്റ്റമാറ്റിക് അല്ല, സിമ്പിളാണ്. 3 ഇഞ്ച് കണ്ടോ എടുത്തിട്ട് അതിനെ നമ്മൾ സ്ക്വയർ ഇങ്ങനെ ഇതുമായിട്ട് ഫീൽഡ് ആക്കുക. കണ്ടോ ഫീൽഡാക്കി. ഇനി കോളർ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെ തള്ളി നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൂട്ടി വരയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടി വരച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കാം. അതല്ല അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് എടുക്കുന്നില്ല. അപ്പം ഞാനിത് ഇങ്ങനെ തന്നെയാണ് വരയ്ക്കണത്. എന്നിട്ട് ഇവിടുന്ന് ഒരു 3/4 ഇഞ്ചോളം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണ്ട. ഈ ഫോൾഡ് വശത്തുനിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കാം. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. നേരെയുള്ള വശം ഉണ്ടല്ലോ, അതാണ് താഴെ വരുന്നത്, നമ്മൾ ബോഡിയുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോളറിൻ്റെ മോൾ വശമാണിത് കേട്ടോ. ഇവിടെ ഒരു 1/2 ഇഞ്ച് വിടുക. 1/2 ഇഞ്ച് വിട്ടിട്ട് നേരെ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടത് ആ തയ്യൽ തുമ്പിനനുസരിച്ച് അടിച്ചു കൊടുക്കുക. നമ്മൾ കോളർ എടുത്തതിന് ശേഷം ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എവിടം വരെയാണ് കോളർ വേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഇത് മാർക്ക് ചെയ്യണം. അതായത് നിങ്ങൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വെച്ച് നിങ്ങൾ കോളർ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഒരുമാതിരി വലിഞ്ഞ് നിൽക്കും, വൃത്തികേടാണ്. അപ്പോൾ നമുക്ക് ഇവിടെങ്കിലും കൊടുക്കണം കേട്ടോ. ഇത്രയും വശത്തെങ്കിലും കൊടുക്കണം. അപ്പോൾ നമ്മൾ അത് അടയാളപ്പെടുത്തുക മാത്രമല്ല, അത് നോക്കണം എത്ര ഇഞ്ചിലാണ്. അപ്പോൾ ഒരു 1.25 വരുന്നത് കേട്ടോ. 1.25 1/2 ഇഞ്ച്. 1/2 ഇഞ്ചാണ് വരുന്നത്. ആ 1/2 ഇഞ്ച് കറക്റ്റ് ചെയ്ത് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ നമ്മുടെ ഹൗസ് കോട്ട് ശരിയായിട്ടുണ്ട്. തയ്ച്ചു കഴിഞ്ഞു, കോളർ വെച്ച് പിടിപ്പിച്ചു. കോളർ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ നല്ല വശത്തുനിന്ന് ചീത്ത വശത്തേക്ക് വേണം. നമ്മൾ കോളർ ഓരോന്ന് പിടിപ്പിക്കുമ്പോൾ ഓരോരോ സൈഡ് നോക്കി വേണം പിടിപ്പിക്കാൻ കേട്ടോ. അത് ഓരോന്നിനും ഓരോ മെത്തേഡാണ്. അപ്പോൾ ഇത് ഞാൻ നോക്കിയാൽ ഫ്രണ്ടിൽ 1.5 വിട്ടിട്ടാണ് കോളർ വെച്ചേക്കുന്നത്. പിന്നെ ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ കെട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഹൗസ് കോട്ട് അധികം ഉപയോഗിക്കുന്ന സിസ്റ്റേഴ്സാണ്. സിസ്റ്റേഴ്സ് കെട്ട് ഉപയോഗിക്കാറില്ല, അവർക്ക് ഹൗസ് കോട്ടാണ് ആവശ്യമുള്ള കാര്യമാണ് കേട്ടോ. ഇത് അധികവും ഉപയോഗിക്കുന്ന സിസ്റ്റേഴ്സാണ്. നമുക്കും ഉപയോഗിക്കാം, സാധാരണ ആളുകൾ ഇത് ഉപയോഗിക്കുന്നതാണ്. ഏത് മോഡൽ വേണേലും തയ്ച്ച് ഈ ഹൗസ് കോട്ട് ഉപയോഗിക്കാം. കാരണം ഇത് 2 പീസായിട്ട് നമുക്ക് ഹൗസ് കോട്ട് എടുക്കാം. മുകളിലൊരു പീസ്, താഴെ ഒരു പീസായിട്ട് ചുരുക്കൊക്കെ ഇട്ടെടുക്കാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് കെട്ടി നമുക്ക് വെക്കാം, കെട്ടില്ലാതെ എടുക്കാം. അപ്പോൾ 2 മോഡല് ഞാൻ എന്നിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഓപ്പണിങ് ഇട്ടിട്ട് ബാക്കി അടിച്ചു കൊടുത്തേക്കാണ്.